നാടകങ്ങൾ 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 ഇങ്ങനെ ഓരോ ദിവസവും നാടകങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ പാകിസ്ഥാന്റെ ഡിഫൻസ് മിനിസ്റ്റർ ഖ്വാജ ആസിഫ് വന്ന് പറയുന്നത് ICC എന്നൊരു ബോർഡ് വേണ്ട, പുതുതായി ഒരു ക്രിക്കറ്റിംഗ് ബോഡി ഉണ്ടാക്കണം എന്നുള്ളതാണ്. പാകിസ്ഥാന്റെ ഗട്ട്സ് അല്ലെങ്കിൽ പാകിസ്ഥാന്റെ മിനിസ്ട്രിയുടെ ഗട്ട്സ് ടു സേ ഇങ്ങനൊരു പുതിയ ക്രിക്കറ്റിംഗ് ബോഡി വേണം എന്നുള്ളത്. എന്താണ് ഇങ്ങനെയുള്ള ധൈര്യം? എവിടെ നിന്ന് ഇത്രയും നാളും ഇല്ലാതിരുന്ന നിലപാടുകൾ പാകിസ്ഥാന് കിട്ടുന്നു എന്ന് ചോദിച്ചൊരൊറ്റ ചോദ്യം, ഒറ്റ മറുപടി: ഇന്ത്യയെ ബ്ലാക്ക്മെയിൽ ചെയ്യുകയാണ് നിലവിൽ പാകിസ്ഥാൻ. കാരണം 7-ാം തീയതി T20 വേൾഡ് കപ്പ് ഇന്ത്യ ഹോസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഇന്ത്യ ഹോസ്റ്റ് ചെയ്യുന്നതിലൂടെ ഇന്ത്യക്ക് സാമ്പത്തികമായി വലിയ ലാഭം കിട്ടുന്നുണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അത് തകർക്കുക, എന്നാൽ അതുവരെ ഇന്ത്യ മിണ്ടില്ല എന്നുള്ള എന്തോ വലിയ ഉറപ്പ് ഈ പാകിസ്ഥാനുണ്ട്. പാകിസ്ഥാനെ സംസാരിക്കുന്നത് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡല്ല, പാകിസ്ഥാൻ ഗവൺമെൻറ് ആണ്. പാകിസ്ഥാൻ ഗവൺമെൻറ് ആണ് എക്സിൽ പോസ്റ്റ് ചെയ്തത്, ഞങ്ങൾ ഇന്ത്യക്കെതിരെ കളിക്കില്ല, പക്ഷെ ഞങ്ങൾ T20 വേൾഡ് കപ്പിൽ കളിക്കാമെന്നുള്ളത്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എവിടെ? ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ എക്സിലെ പോസ്റ്റ് എവിടെ? ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ പ്രതികരണം എവിടെ? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്തുകൊണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതുവരെ സംസാരിക്കുന്നില്ല? ബിക്കോസ് ഇറ്റ് ഇസ് എ നാഷണൽ ഇൻട്രസ്റ്റ്. ഇതൊരു നാഷണൽ ഇഷ്യൂ ആണ്. എന്തുകൊണ്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നാളിതുവരെ ഇതുമായി ബന്ധപ്പെട്ട് ഒന്നും സംസാരിക്കുന്നില്ല എന്നുള്ളത് അറിയേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ബംഗ്ലാദേശിനെ ഇന്ത്യ മാറ്റി നിർത്തി പകരം സ്കോട്ട്ലൻഡിനെ T20 ലോകകപ്പിലേക്ക് എടുത്തു. ഇതാണിപ്പോൾ പാകിസ്ഥാൻ ഏറ്റവും വലിയ പ്രശ്നം. പാകിസ്ഥാൻ ബംഗ്ലാദേശിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ബംഗ്ലാദേശ് പാകിസ്ഥാൻ തമ്മിലുള്ള ഒരു കൊളാബറേഷൻ സംഭവിക്കുകയാണ് ഇവിടെ ഇന്ത്യക്കെതിരെ പച്ച വെളിച്ചത്തിൽ. എന്നാൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇതുമായി ബന്ധപ്പെട്ട് ഒരു പ്രതികരണവും നടത്തുന്നില്ല. എന്തുകൊണ്ടാണെന്ന് മനസ്സിലാകുന്നില്ല. എന്തിനാണ് ഈ T20 ലോകകപ്പ് ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇതുപോലുള്ള അബ്സേർഡിറ്റി കണ്ടുകൊണ്ടിരിക്കുന്നതെന്നും മനസ്സിലാവുന്നില്ല. എന്തിനാണ് ഇതിങ്ങനെ വളം വെച്ച് കൊടുക്കുന്നതെന്നും മനസ്സിലാവുന്നില്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ICC എന്നൊരു ബോഡി വേണ്ട, പകരം ക്രിക്കറ്റിംഗ് ബോഡി വേണം, വേറൊരു ന്യൂ ക്രിക്കറ്റ് ബോഡി വേണം എന്നുള്ളതാണ് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിൻ്റെ ആവശ്യം, പാകിസ്ഥാൻ ഗവൺമെൻറ്റിൻ്റെ ആവശ്യം. ഇത് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ദയവ് ചെയ്ത് BCCIയുടെ നിലപാടാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ നിലപാടെന്ന് പറയരുത്. BCCI ഒരു സ്റ്റാൻഡ് അലോൺ ബോഡിയാണ്. BCCI എടുക്കുന്ന തീരുമാനം പോലെയല്ല ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എടുക്കുന്നത്. ഇപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ വന്നിട്ട് പറയാണ് ക്യാൻസൽ വേൾഡ് കപ്പ് നമുക്ക് ക്യാൻസൽ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BCCI എന്ത് പറയും? ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ തീരുമാനമാണ്, ഞങ്ങൾക്ക് അനുസരിച്ചേ പറ്റുള്ളൂ എന്ന് പറയും. അവിടെയാണ് കളി. എന്തുകൊണ്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നില്ല എന്നുള്ള ചോദ്യം. എന്തിനാണ് പാകിസ്ഥാനും ബംഗ്ലാദേശിനും വന്നിട്ട് ഇതുപോലെ ഷോ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു T20 ലോകകപ്പ് ഇന്ത്യയിൽ വന്ന് ഹോസ്റ്റ് ചെയ്യുന്നത് മനസ്സിലാവുന്നില്ല. ഇന്ത്യ ആൻഡ് ശ്രീലങ്ക 2 രാജ്യങ്ങളിലും ആകെ ഇപ്പോൾ ഈ ക്രിക്കറ്റ് കളിക്കുന്നത് വിരലിലെണ്ണാവുന്ന രാജ്യങ്ങൾ മാത്രമാണ്. സ്കോട്ട്ലൻഡിനെയും ഇറ്റലിനെയും അയർലൻഡിനെയും ഒക്കെ നിങ്ങൾ പരീക്ഷിച്ചുകൊണ്ട് വന്നോ? ഇറ്റലി ആദ്യമായിട്ടാണ് ഒരു വേൾഡ് കപ്പ് കളിക്കുന്നത്. ഇങ്ങനെ എവിടെ നിന്നോ ക്രിക്കറ്റുമായി ബന്ധമില്ലാത്ത പല രാജ്യങ്ങളെയും കൊണ്ടുവന്നിട്ട് ഒരു വേൾഡ് കപ്പ് അങ്ങ് നടത്തുക. പക്ഷേ ക്രിക്കറ്റ് ഫോളോ ചെയ്യുന്നവർക്കറിയാം ഈ സ്പോർട്ട് കളിക്കുന്നത് നിലവിൽ 7-8 രാജ്യങ്ങൾ മാത്രമാണ് കണ്ടിന്യൂസ്. അങ്ങനെയുള്ള 8 രാജ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളൊരു വേൾഡ് കപ്പ് ഫോം ചെയ്യുക. T20 വേൾഡ് കപ്പ് എന്ന പേരിൽ 2 വർഷത്തിൽ കൂടുതൽ ഒരിക്കൽ, ODI വേൾഡ് കപ്പ് എന്ന പേരിൽ 4 വർഷത്തിൽ കൂടുതൽ ഒരിക്കൽ. എല്ലാം സാമ്പത്തികമാണ്. ബിസിനസ് ഓർ നാഷണൽ ഇൻട്രസ്റ്റ്, ഏതെടുക്കും നിങ്ങൾ? നിങ്ങൾ ക്രിക്കറ്റാണോ വലുത്, അത് നിങ്ങളുടെ രാജ്യമാണോ വലുതെന്ന് ചോദിച്ചാൽ നിങ്ങൾ എല്ലാവരും രാജ്യം തന്നെയല്ലേ തിരഞ്ഞെടുക്കുക. അത് നിങ്ങൾക്ക് BCCI പോലൊരു സോളോ ബോഡി തീരുമാനിക്കുന്ന ഒരു ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ 2.5 മണിക്കൂറിന് വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ രാജ്യസ്നേഹം മാറ്റിവെക്കൂ. ഇതിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച എന്താണ്? നമുക്ക് എന്ത് പറയാം? നമ്മൾ എന്താ പറയുന്നത്? പാകിസ്ഥാൻ ഇങ്ങനെ പറഞ്ഞു, ഇന്ത്യ ഇങ്ങനെ ചുട്ട മറുപടി നൽകി. ഫാക്ട്സ് സംസാരിക്കും. ഫാക്ട്സ് എന്താ? ഫാക്ട്സ് പാകിസ്ഥാൻ ഇതുപോലുള്ള കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാൻ അറ്റ്ലീസ്റ്റ് ഗോട്ട് ദ ഗട്ട്സ് ടു സേ ദാറ്റ് 15-ാം തീയതി ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിൽ പാകിസ്ഥാൻ ഇറങ്ങില്ല എന്നുള്ളത്. പാകിസ്ഥാന്റെ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റനായ സൽമാൻ ആഗ എന്താ പറഞ്ഞത്? അത് ഞങ്ങളുടെ ഗവൺമെൻറ്റിൻ്റെ തീരുമാനമാണ്, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളത്. എവിടെ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ തീരുമാനം? എവിടെ? ഇന്ത്യൻ ഗവൺമെൻറ്റിന് ഇതുമായി ബന്ധപ്പെട്ട് ഒന്നും സംസാരിക്കാനില്ലേ? അതോ എല്ലാം BCCI സംസാരിച്ചോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ? പിന്നെ ഇതിനകത്ത് വേറൊരു കോമഡിയും കൂടിയുണ്ട്. ICC, ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ, അതാണ് ഏറ്റവും വലിയ കോമഡി. അതായത് ICCയുടെ നിലപാട് ലോക ക്രിക്കറ്റിംഗ് രാജ്യങ്ങളെ എല്ലാവരുടെയും നിലപാടാണെന്ന് ദയവ് ചെയ്ത് പറഞ്ഞുകൊണ്ട് വരരുത്. ICCയുടെ ചെയർമാൻ ആരാണ്? ജയ്ഷാ ആരായിരുന്നു? BCCIയുടെ മുൻ ചെയർമാൻ. ഈ ICCയുടെ തലപ്പത്തിരിക്കുന്ന ആള് BCCIയുടെ മുൻ ചെയർമാനാണ്,
ജയ്ഷയാണ്. അതുകൊണ്ട് ICCയുടെ തീരുമാനവും BCCയുടെ തീരുമാനവും ഒക്കെ ഏകദേശം ഒരുപോലെയൊക്കെ തന്നെയാണ്. നമ്മൾ എല്ലാത്തിനേക്കാളും ഒരു ക്രിക്കറ്റ് ഇസ് നോട്ട് ദി എൻഡ്. ക്രിക്കറ്റ് പറഞ്ഞതുപോലെ തന്നെ വെറും ഒരു 5-6 രാജ്യങ്ങൾ മാത്രം കളിക്കുന്ന ഒരു സ്പോർട്ടാണ്. ആ സ്പോർട്ട് നടത്താൻ വേണ്ടിയിട്ടും സാമ്പത്തികമായി പല സ്പോൺസേഴ്സിനും ലാഭം ഉണ്ടാക്കാനും ഇൻവെസ്റ്റ്മെൻറ്റ് വരാൻ വേണ്ടിയിട്ടും ഒരുപക്ഷെ T20 ലോകകപ്പൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ അത്രയധികം കാത്തിരിക്കുന്ന ഒരു വേൾഡ് കപ്പാണ് ആസ് എ സ്പോർട്ട്. ഇന്ത്യ പാകിസ്ഥാൻ എൻകൗണ്ടർ അത്രയധികം ആളുകൾ കാത്തിരിക്കുന്നതും ഒക്കെയാണ്. എല്ലാം സമ്മതിച്ചു. പക്ഷെ അതിൻ്റെ പേരിൽ എന്തിനാണ് ഇങ്ങനെ സമൂഹ മാധ്യമങ്ങളിൽ പാകിസ്ഥാനും ബംഗ്ലാദേശും ഒക്കെ വന്നിട്ട് ഇങ്ങനെ പറയുന്ന ഡയലോഗുകൾക്ക് ഒരു മറുപടിയും കൊടുക്കാതിരിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഒറ്റ കാര്യമേ വേണ്ടിയിരിക്കുന്നുള്ളൂ. ഗവൺമെൻറ് ഓഫ് ബംഗ്ലാദേശ്, ഗവൺമെൻറ് ഓഫ് പാകിസ്ഥാൻ ഇതുപോലെ ഓരോ നിലപാടുകൾ അറിയിച്ച് പറയുമ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ മൗനം ഒട്ടും അണ്ടർസ്റ്റാൻഡബിൾ അല്ല. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഹാസ് ടു സ്പീക്ക്. സംസാരിക്കണം, മറുപടി കൊടുക്കണം. ഇത് BCCIയും ICCയും എടുക്കേണ്ടതും വേഴ്സസ് 2 രാജ്യങ്ങളുടെ ഗവൺമെൻറ് തമ്മിലാണ്. വലിയ വ്യത്യാസമാണിത്. അപ്പോൾ അതുകൊണ്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഹാവ്സ് ടു സ്റ്റെപ്പ് അപ്പ്. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുക, ക്യാൻസൽ ദ വേൾഡ് കപ്പ്. എന്തിനാ വേൾഡ് കപ്പ്? ഈ വേൾഡ് കപ്പ് ഒരു മാസം നടന്നു എന്ന് പറഞ്ഞ് ഇവിടെ ആർക്കും വലിയ കാര്യമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. പല സ്പോൺസർമാർക്കും പല മുതലാളിമാർക്കും ഇതിനൊരു ലാഭം ഉണ്ടാവും, കുറച്ച് എൻ്റർടൈൻമെൻറ്റ് ഉണ്ടാവും എന്നത് ഒഴിച്ചു നിർത്തിയാൽ വേറെ ഒന്നുമില്ല ഇതിൽ. ഒരു രാജ്യത്തെ മുഴുവൻ അങ്ങനെ അവഹേളിക്കുക, ആദ്യം പിന്നീട് ICC പോലും വേണ്ടെന്ന് വയ്ക്കുക, അത് വേണ്ട ഇത് വേണ്ട എന്നൊക്കെ വന്നിട്ട് വലിയ ധൈര്യത്തോടെ ഓരോരോ കോമൻസ് പാസ് ചെയ്യുന്ന പാകിസ്ഥാനാവട്ടെ ബംഗ്ലാദേശ് ആവട്ടെ അവർ ഒന്ന് സംസാരിക്കുമ്പോഴേക്കും എന്തിനാണ് ഇങ്ങനെ തല കുനിച്ച് നിൽക്കേണ്ട ആവശ്യം? എന്തുകൊണ്ടാണ് സംസാരിക്കാത്തത്? എന്തുകൊണ്ടാണ് പ്രതികരണമില്ലാത്തത്? ഇതൊരു വലിയ ചോദ്യമല്ലേ. ഇനിയിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുണ്ട്. പാകിസ്ഥാനെ പലരും വെല്ലുവിളിക്കുന്നുണ്ട്. അതായത് പാകിസ്ഥാൻ ഇപ്പോൾ ഇന്ത്യക്കെതിരെ കളിക്കില്ല എന്ന ആഹ്വാനം എടുത്തിരിക്കുന്നു. ഒരുപക്ഷെ പാകിസ്ഥാൻ ഗവൺമെൻറ് നന്നായിട്ടറിയാം ഇന്ത്യക്കെതിരെ അവർക്ക് കളിച്ചേ പറ്റുള്ളൂ. കാരണം അതിന് പിന്നിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇപ്പം ഈ മത്സരം നടന്നില്ലെങ്കിൽ ഏകദേശം 4500 കോടി രൂപയുടെ നഷ്ടം സംഭവിക്കുന്നു. ഇതെല്ലാം വിട്ടേക്ക്, പാകിസ്ഥാൻ എന്ന രാജ്യത്തിന് മാത്രം ഒരുപാട് നഷ്ടങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് സംഭവിക്കും. ഒന്ന്, ICCയിൽ നിന്ന് അവർക്ക് ബാൻ കിട്ടാം. അവരുടെ രാജ്യത്ത് മത്സരങ്ങൾ ഇനി അടുത്ത 2 വർഷത്തേക്ക് ഹോസ്റ്റ് ചെയ്യാൻ കഴിയില്ല, വിച്ച് ലീഡ്സ് ടു എ ഗ്രേറ്റ് ലോസ് ഫോർ പാകിസ്ഥാൻ. അങ്ങനെയൊക്കെ സംഭവിക്കാം, അതൊക്കെ സംഭവിക്കും, എല്ലാം ഫാക്റ്റാണ്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ, ഞാൻ പറയുന്നത് ഇതൊക്കെ സംഭവിക്കുമെന്ന് മനസ്സിലാക്കിയിട്ടും പാകിസ്ഥാൻ ഗവൺമെൻറ് അവരുടെ നിലപാട് പുറത്തു പറഞ്ഞു. അതാണ് ചോദ്യം. ഇത് പാകിസ്ഥാൻ ഗവൺമെൻറ് ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട്, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് അവരുടെ നിലപാട് അവർ പറഞ്ഞു. അത് നടക്കുമോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. സാമ്പത്തികമായിട്ട് അങ്ങനെ പാകിസ്ഥാൻ ഒരിക്കലും ചിന്തിക്കാൻ പോലും കഴിയാത്തത്ര കടം അവർക്ക് വരുത്തി വയ്ക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് പാകിസ്ഥാൻ ഡിഫൻസ് മിനിസ്റ്റർ പറയുന്നത് ICCക്ക് പകരം പുതിയൊരു ക്രിക്കറ്റിംഗ് ബോഡി വേണമെന്നുള്ളത്. ഇതെല്ലാം ഇവരുടെ നിലപാടുകളാണ്, അതെല്ലാം അവർ പുറത്ത് പറയുന്നുണ്ട്. ഈ പാകിസ്ഥാൻ ഗവൺമെൻറ് തന്നെയാണ് ഞങ്ങൾ ഇന്ത്യക്കെതിരെ കളിക്കില്ല എന്ന് പറഞ്ഞത്, അല്ലാതെ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡല്ല. പ്രേക്ഷകരെ, ഇപ്പോഴെങ്കിലും നിങ്ങൾ വ്യത്യാസം മനസ്സിലാക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ പറയുന്നത് BCCI മാത്രമാണ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ വാ തുറക്കുന്നില്ല, നരേന്ദ്രമോദി സംസാരിക്കുന്നില്ല, അമിത്ഷാ സംസാരിക്കുന്നില്ല, ഒരു മന്ത്രിമാരും സംസാരിക്കുന്നില്ല. ഇവിടെ സംസാരിക്കുന്നത് പാകിസ്ഥാന് ഡിഫൻസ് മിനിസ്ട്രിയാണ്. നമ്മുടെ ഡിഫൻസ് മിനിസ്റ്റർ എവിടെ? നമ്മുടെ ഹോം മിനിസ്റ്റർ എവിടെ? നമ്മുടെ പ്രൈം മിനിസ്റ്റർ എവിടെ? ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ പോസ്റ്റ് എവിടെ? ബിക്കോസ് ഇറ്റ്സ് എ നാഷണൽ പ്രോബ്ലം. ഇതൊരു ക്രിക്കറ്റിംഗ് പ്രോബ്ലമായിട്ട് കൂട്ടരുത്. ഈ ക്രിക്കറ്റ് പിച്ചിൽ നിന്ന് ബംഗ്ലാദേശും പാകിസ്ഥാനും തീർത്തെടുക്കുന്നത് ഒരു രാഷ്ട്രീയമാണ്. അത് സംസാരിക്കണമെങ്കിൽ ഇന്ത്യൻ ഗവൺമെൻറ് ഇറങ്ങണം. ഇതാണ് ഈ കേസിൽ ഇത്രയധികം വഷളാവാനുള്ള കാരണവുമൊക്കെ ആയിട്ട് നിൽക്കുന്നത്. ബട്ട് സ്റ്റിൽ പാകിസ്ഥാൻ ഇപ്പോഴും ICCയോട് ഒരു തംസപ്പ് കൊടുത്തിട്ടില്ല. ദാറ്റ് പാകിസ്ഥാൻ ഇസ് ഗോയിങ് ടു പ്ലേ ഇന്ത്യ എന്നത് ഒരു തംസപ്പ് അവർ കൊടുത്തിട്ടില്ല. അതങ്ങനെ തന്നെ നിൽക്കുകയാണ്. അതായത് പാകിസ്ഥാൻ്റെ നിലപാടിനനുസരിച്ച് തന്നെ നിൽക്കുകയാണ്. ICC ഷെഡ്യൂൾ മാറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും പാകിസ്ഥാൻ്റെ നിലപാടിൽ പാകിസ്ഥാൻ ഇൻടാക്റ്റാണ്, അതവർ മാറ്റുന്നില്ല. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ചിലപ്പോൾ 15-ാം തീയതി ഇന്ത്യ പാകിസ്ഥാൻ തമ്മിൽ മത്സരം ഉണ്ടായിരിക്കാം, പലതരത്തിലുള്ള നെഗോഷിയേഷൻ സംഭവിക്കാം, എന്ത് നടക്കാം. ബട്ട് അൾട്ടിമേറ്റ്ലി ടിൽ ദിസ് ഡേറ്റ്, ഈ വീഡിയോ എടുക്കുന്ന സമയം വരെ, അല്ലെങ്കിൽ നമ്മൾ ഈ പ്രോഗ്രാം പോകുന്ന സമയം വരെ ഇത് മാറ്റിയിട്ടില്ല. പാകിസ്ഥാൻ ഈ നിലപാട് മാറ്റിയിട്ടില്ല. എന്തിനാണ് അങ്ങനെ നിൽക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. ക്യാൻസൽ ദ വേൾഡ് കപ്പ് വേണ്ട, പ്രശ്നം തീർന്നില്ലേ? പക്ഷെ അങ്ങനെ വയ്ക്കാൻ പറ്റില്ല. ബിക്കോസ് ഒരുപാട് കമ്മിറ്റ്മെൻറ്റ്സ്, ഒരുപാട് സാമ്പത്തിക കമ്മിറ്റ്മെൻറ്റ്സ്, ഒരുപാട് സ്പോൺസേഴ്സ് അപ്പുറത്ത് ഇപ്പുറത്ത്, ചോദ്യങ്ങൾ ഉത്തരങ്ങൾ. സോ വേൾഡ് കപ്പ് ഇസ് നോട്ട് ഗോണ ഗെറ്റ് ക്യാൻസൽഡ്. അത് നമ്മൾ പറയേണ്ട കാര്യമൊന്നുമില്ല. ബട്ട് സ്റ്റിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കൻ സേ സംതിങ്. എന്തെങ്കിലും പറയാം. ഇല്ലെങ്കിൽ ജനങ്ങളെങ്കിലും എന്തെങ്കിലും ഇറങ്ങണം.
കാരണം ഇത് രാജ്യത്തെ അപമാനിക്കുന്നതിന് രീതിയിലേക്ക് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുക. ഇതൊരു ക്രിക്കറ്റോ ഇതൊരു സ്പോർട്ടായിട്ട് മാത്രം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യരുത്. ഇതൊരു രാജ്യങ്ങൾ അവരുടെ നിലപാട് തുറന്നു പറയാൻ കാണിക്കുന്ന വേദിയും കൂടിയായിട്ട് ക്രിക്കറ്റ് എന്ന സ്പോർട്ടിനെ മാറ്റുന്നു എന്നത് മാത്രമേ ഉള്ളൂ. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഷുഡ് സ്റ്റെപ്പ് അപ്പ് ആൻഡ് ഷുഡ് സ്പീക്ക്. സംസാരിക്കണം. ഇതുമായി ബന്ധപ്പെട്ട് ഈ രാജ്യങ്ങൾ അവരുടെ നിലപാട് അറിയിക്കുന്നത് അവരുടെ ഗവൺമെൻറ്റും അവിടുത്തെ മന്ത്രിമാരുമാണ്. നമുക്കും ഒരു ഗവൺമെൻറ് ഉണ്ട്, നമുക്കും മന്ത്രിമാരുണ്ട്, സംസാരിക്കാൻ കഴിയുന്നവർ തന്നെയാണ് അവർ. പക്ഷേ മൗനമാണ്. എന്തിന് ഗവൺമെൻറ്റിന് മാത്രം പറയുന്നു? നമ്മൾ ആരാധിച്ച് നമ്മൾ വളർത്തിക്കൊണ്ടുവന്ന അവരുടെ കഴിവുകളാലും വളർന്ന ഇന്ത്യൻ താരങ്ങൾ ആരെങ്കിലും സംസാരിക്കുന്നുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട്? യു നെയിം എനി, കപിൽ ദേവ്, സുനിൽ ഗവാസ്കർ, സച്ചിൻ ടെണ്ടുൽക്കർ, വിരാട് കോഹ്ലി, MS ധോണി, ആരോ ആയിക്കോട്ടെ, ആരെങ്കിലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കാണില്ല. ബിക്കോസ് ഇറ്റ്സ് ദെയർ ബ്രെഡ് ആൻഡ് ബട്ടർ. ക്രിക്കറ്റ് എന്ന് പറയുന്നത് അവർ വളർന്നു വരുന്ന എസ്റ്റാബ്ലിഷ്മെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുക എന്ന് പറയുന്നത് അവർക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. നേരെ മറിച്ച് പാകിസ്ഥാനിൽ അവിടെ പ്ലേയേഴ്സിന് സംസാരിക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് ദേ ഹാവ് ഗോട്ട് ദെയർ ഗവൺമെൻറ് ടു സ്പീക്ക്. ഗവൺമെൻറ് സംസാരിക്കുന്നുണ്ട്. ഇവിടെ ഗവൺമെൻറ് സംസാരിക്കാത്തത് കൊണ്ടാണ് അടുത്ത അഭയമായിട്ട് ഇന്ത്യൻ പ്ലേയേഴ്സെങ്കിലും സംസാരിക്കുന്നതെന്ന് ചോദിക്കുന്നത്. അപ്പോൾ അവിടെയും മൗനം. ഇങ്ങനെ മൗനങ്ങൾ ഒരു ഭാഗത്ത് നിൽക്കുകയും മറുഭാഗത്ത് മറ്റ് രാജ്യങ്ങൾ സംസാരിക്കുകയും ചെയ്തുകൊണ്ടിരുന്നാൽ ദിസ് ഇസ് നോട്ട് ഗോണ എൻഡ്. ഇതിങ്ങനെ പോകൊണ്ടിരിക്കും. ആ ലൂപ്പിൽ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വേൾഡ് കപ്പ് ക്യാൻസലേഷനെ കുറിച്ച് വരെ ഈ സംസാരിക്കുന്നത്. വിച്ച് ഇസ് നോട്ട് പ്രാക്ടിക്കൽ, വിച്ച് ഇസ് നോട്ട് ആപ്ലിക്കബിൾ, ഐ അഗ്രി. പക്ഷേ എന്നാൽ പോലും നമ്മുടെ ഭാഗത്തു നിന്നൊരു മറുപടി ഉണ്ടാവുന്നില്ല എന്നുള്ളത് പറയാതിരിക്കാൻ സാധിക്കുന്നില്ല. ആ മറുപടി വേണം, വേണം, വേണം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.